ഹർഷേ, ഇന്നിവിടെ ഒരു വലിയ സംഭവം നടക്കാൻ പോവാ. എന്ത്? ഇന്നിവിടെ ഒരു അതിഥി വരാൻ പോവാണ്. അതാരാന്ന് അറിഞ്ഞുണ്ടല്ലോ, നീ ഞെട്ടും. ബില്ലാതയാണോ? ഹർഷേ, നിന്റെ ഈ പരിഹാസം ഉണ്ടല്ലോ, അത് ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിച്ചോളാം കേട്ടാ. എങ്കിലും പറഞ്ഞോ. പവിത്ര, അതെ, നീ എവിടെ ഉണ്ട്? അത് നന്നായി. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഇവിടെ വീട്ടിലോട്ട് വരണം. കാര്യമൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ ഒന്ന് ഇങ്ങോട്ട് വാ പവിത്ര. പെട്ടെന്ന് പോര്. ശരി. ആർച്ചേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. എല്ലാം ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താ കാര്യം എന്ന് പറയാ സത്യേട്ടാ? കാര്യമൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് സ്റ്റേഷനിലൊന്ന് വിളിക്കട്ടെ. കനകാമ്പര, നമ്മുടെ DSP സാറ് പറഞ്ഞിരുന്നില്ലേ ആ പണിക്കരെ കാണുന്ന കാര്യം? വേണ്ട, പണിക്കർ അദ്ദേഹം ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കണേ. അല്ല, ഞാനിപ്പോൾ പണിക്കർ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട് സംസാരിച്ചിരുന്നു. ഇല്ലില്ല, സ്റ്റേഷനിലേക്കൊന്നും വന്നാൽ അത് ശരിയാവില്ല. അല്ല, അതിൽ നല്ലത് എൻ്റെ വീടാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. ശരി. ആർച്ചേ, കുന്നുംപുറത്ത് വേലായുധപ്പണിക്കരുന്ന ആർച്ച കേട്ടിട്ടുണ്ടോ? ഇല്ല. മഹാസിദ്ധനാണ് അദ്ദേഹം. നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അണുവിട തെറ്റാതെ കവിടി നിർത്തി അദ്ദേഹം പറയും. ഇന്നേ വരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും തെറ്റിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് കവടി നിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാളിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയാൽ അയാളുടെ മുഴുവൻ കാര്യവും പ്രവചിക്കും. അങ്ങനെ ഒരാളെ അറിയില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഉണ്ടല്ലോ ആർച്ചെ, തൂക്കിക്കൊല്ലാണ് വേണ്ടത്. ഒരാളെ അറിയില്ലെന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ഒരാളെന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളല്ല അദ്ദേഹം. ആയിരക്കണക്കിന് ആൾക്കാർ അപേക്ഷ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വലിയ ആൾക്കാരുടെ ശുപാർശ വേണം അദ്ദേഹത്തിന് ഒന്ന് കാണണമെങ്കിൽ. ശരി, അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? കാര്യമുണ്ട്. കുന്നുംപുറത്ത് വേലായുധ പണിക്കർ എന്നെ കാണാനായിട്ട് ഇന്ന് ഇങ്ങോട്ട് വരുന്നു. എന്തിന്? കാര്യം ഔദ്യോഗികമായ ആവശ്യമാണ്. പണിക്കർ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കണ്ടേനെ. ഞാൻ DSP സാറിനോട് പറഞ്ഞതുമാണ്. പക്ഷേ പണിക്കർ അദ്ദേഹത്തിന് ഒരേ നിർബന്ധം, ആവശ്യക്കാരൻ അദ്ദേഹം ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നേരിട്ട് എന്നെ കാണാം, അതാണല്ലോ മര്യാദ. ശരി, ഔദ്യോഗിക കാര്യമാണെങ്കിൽ സ്റ്റേഷനിൽ വന്നാൽ പോരെ, എന്തിനാ വെറുതെ വീട്ടിലേക്ക് വരുത്തുന്നേ? അയ്യോ, അതും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് പോലെ ഒരാളെ നമ്മൾ സ്റ്റേഷനിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദകേടാണ്. മാത്രമല്ല, അദ്ദേഹം സ്റ്റേഷനിൽ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ജനം വന്നങ്ങ് കൂടും. മാത്രമല്ല, പണിക്കർ അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമല്ലോ. സ്റ്റേഷനിലാണെങ്കിൽ CPമാരെല്ലാം കൂടെ ചളവാക്കും. സത്യം എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട്? എൻ്റെ ആർച്ചേ, പണിക്കരെ പോലെ ഒരാളെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ ജോലി കാര്യങ്ങൾ ചോദിക്കാം. എനിക്ക് ഉടനെ പ്രൊമോഷൻ ഉണ്ടാവുമോ, എനിക്ക് ഉടനെ ട്രാൻസ്ഫർ ഉണ്ടാവുമോ, എന്തിന് തെളിയാതെ കിടക്കുന്ന പല കേസിലെയും പ്രതികൾ ആരാന്ന് പോലും അദ്ദേഹം പറഞ്ഞു തരും. അതൊക്കെ പണിക്കര് പറയൂ? എൻ്റെ ആർച്ചേ, അദ്ദേഹം ത്രികാല ജ്ഞാനിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ എന്തിനാ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് നടക്കുന്നേ? നല്ല 4 ജോത്സ്യന്മാര് വച്ചാ പോരെ, എത്ര കോടി രൂപ ലാഭിക്കാം. ഇതാണ് നിന്റെ കുഴപ്പം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഉടനെ തർക്കുത്തരം പറഞ്ഞോളണം. അതെ, പണിക്കര് വരുമ്പോൾ നിന്റെ കാര്യം കൂടി പറയാമെന്നാണ് ഞാൻ കരുതിയത്. ഇനിയിപ്പോൾ എന്തായാലും ഞാനത് പറയുന്നില്ല. എൻ്റെ ഭാവി ഞാൻ നോക്കിക്കോളാം. എൻ്റെ അനുഭവം വെച്ച് പറയുക, ഓരോരുത്തരുടെയും ഭാവി അവരവരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. കയ്യിലിരിപ്പ് നന്നായ ഭാവിയും നന്നാവും. അതെ, പണിക്കര് വരുമ്പോൾ അങ്ങേരെ ഒന്ന് കാണാൻ പോലും നിന്നെ ഞാൻ സമ്മതിക്കില്ല. എന്തായി ഒരുക്കങ്ങളൊക്കെ? എന്തൊരുക്കങ്ങള്? 5:30 മണിയാകുമ്പോൾ പണിക്കരത്തെ എവിടെ എത്തും? അതിന് സത്യേട്ടൻ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ പവിത്ര ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 300 രൂപ കൂടുതലായെന്നും പറഞ്ഞു. 300 രൂപയല്ലേ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. പിന്നെ ആർജെ, ഈ പവിത്ര ഉണ്ടല്ലോ, കാലത്ത് എവിടെ എന്നെ കളിയാക്കിയെങ്കിലും അവൻ പോയി കഴിഞ്ഞിട്ട് പണിക്കരെ കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ
അവ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് എന്നോട് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചു പണിക്കർ അദ്ദേഹത്തിനെ ഒന്ന് കാണണം. പിന്നെ ഞാൻ കരുതി പാവമല്ലേ, ഞാൻ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പവിത്രന്റെ ഭാവി രക്ഷപ്പെട്ടു. ഇതാണ് നിന്റെ കുഴപ്പം. നിനക്കിപ്പോഴും പുച്ഛം. നിനക്കറിയാമോ, ഈ പണിക്കർ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വരുത്താതെ ഇവിടെ വരുത്തുന്നതിൽ സ്റ്റേഷനിലെ CPOമാർക്കെല്ലാം എന്നോട് പിണക്കവാ. കാരണം അവർക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ കഴിവ്. അവർ നിന്നെ പോലെ അഹങ്കാരികളുമല്ല. ഞാൻ ആലോചിക്കുന്ന അതല്ല. എന്തായാലും പണിക്കർ ഇവിടെ വരുന്നുണ്ട്. നാട്ടുകാർക്കെല്ലാം പണിക്കരെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ ടിക്കറ്റ് വെച്ച് നമുക്ക് ആളെ കയറ്റിയാലോ? സത്യന്റെ ഭാവി രക്ഷപ്പെടും. പക്ഷേ ഇതിനുള്ള മറുപടി പണിക്കർ അദ്ദേഹം വന്നു പോയി കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് തരും കേട്ടാ. തമാശകളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. അതെ, SI സത്യപാലന, പറയൂ. മനസ്സിലായി നിങ്ങൾ ആരാന്ന് പറയൂ. അയ്യോ, എന്തു പറ്റി സത്യേട്ടാ? സത്യേട്ടാ എന്താ പറ്റിയെന്ന് പറ. നമസ്കാരം സാർ. പണിക്കർ വന്നോ? അയ്യോ, പണിക്കർ വരുന്നതിന് മുമ്പ് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് പറന്നു വരുമായിരുന്നു. അഥവാ ഇനി പണിക്കർ വന്നിട്ട് ഞാൻ വന്ന് കയറുന്നത് അതൊരു ലക്ഷണക്കേടല്ലേ സാറേ? അത് കേട്ടോ മെമ്പറേ, രാവിലെ സാറ് ചൂടായില്ലേ പണിക്കരെ കാണാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ജംഗ്ഷനിൽ ചെന്നപ്പോഴാണ് ഈ പണിക്കരെ കുറിച്ച് ഞാൻ ശരിക്കും അറിയുന്നത്. സാറ് പറഞ്ഞത് സത്യവാ. മഹാസിദ്ധൻ, ഭാവിയൊക്കെ പുഷ്പം പോലെ പറയും, മുഖത്ത് നോക്കി ഭാവി പറയുമെന്ന് പറഞ്ഞില്ലേ, അത് സത്യവാ. രമേശൻ സാറിന് നേരിട്ട് അനുഭവം ഉണ്ടെന്ന്. ഇതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സാറിനെ വിളിച്ച്. സാർ ആദ്യം ഒന്നും സമ്മതിച്ചില്ല, പിന്നീട് എന്നോട് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നാ ഞാൻ. ഇതെന്താ പവിത്രന്റെ നെറ്റിയില്? അല്ല, എന്നെ കാണുന്നവരാദ്യം കാണുമ്പോൾ ഞാനൊരു തരികിടയാന്നേ തോന്നുള്ളൂ. അത് മാറാൻ വേണ്ടിയിട്ട് കുറെ ഇട്ടൊന്ന് മാച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന. ഈ പണിക്കര് കാണുമ്പോൾ ഞാനൊരു തികഞ്ഞ വിശ്വാസിയാണെന്ന് പുള്ളി വിചാരിച്ചോട്ടെ. എത്ര കുറിയിട്ടാലും പണിക്കർക്ക് മനസ്സിലാവുമല്ലോ. അദ്ദേഹം ത്രികാലജ്ഞാനിയല്ലേ. മുഖത്ത് നോക്കുമ്പോഴേ കാര്യം മനസ്സിലാവുമല്ലോ. അല്ല, അത് ശരിയാ. എന്നാലും ഇരിക്കട്ടെ, പണിക്കര് വിചാരിക്കട്ടെ ഞാൻ ഭയങ്കര ഒരു ഭക്തനാണെന്ന് വിചാരിച്ചോട്ടെ. പണിക്കര് എപ്പോഴാണ് സാറേ വരുന്നത്? എന്തായാലും ഇന്ന് വരില്ലെന്ന് ഉറപ്പ്. കേട്ടിടത്തോളം ഒരു 3 മാസമെങ്കിലും കഴിയും. അയ്യോ, അതെന്നാ? ഇന്നത്തെ കവിട് നിരത്തലും പ്രവചനവും ഒക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ നേരെ ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് വരുന്ന വഴിയില് പുള്ളി ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാ. ഒരു ജീപ്പ് ബ്രേക്ക് പോയി പുള്ളിയുടെ മേലിന്ന് ഒരൊറ്റയിടി. എന്നിട്ടോ? കാര്യമായിട്ടൊന്നും പറ്റിയില്ല. 2 കൈയും 1 കാലും ഒടിഞ്ഞു. പിന്നെ മൂക്കിന്റെ പാലം തകർന്നു. തലയ്ക്ക് 18 സ്റ്റിച്ചും ഉണ്ട്. ഇത്രേ പറ്റിയുള്ളൂ. നിസ്സാരമരുക്ക്. അല്ല, ആ ജീപ്പ് ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. ഇങ്ങനെ ലക്കം ലഹാനും ഇല്ലാതെ നടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. ഒരുത്തനെ വിടൂല, എല്ലാവരും ഞാൻ പൊക്കും. ഞാൻ ആലോചിക്കുന്ന അതല്ല പവിത്ര. നാട്ടുകാരുടെ മുഴുവൻ ഭാവി പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആൾക്ക് സ്വന്തം ഭാവി പ്രവചിക്കാൻ പറ്റാതിരുന്ന എന്താന്നാ? പണിക്കൊരു സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ടാണ് നാട്ടുകാരുടെ കാര്യം നോക്കുന്നത്. അതിപ്പോൾ എല്ലാ ജ്യോത്സ്യന്മാരും അങ്ങനെയാ. സ്വന്തം കാര്യം നോക്കത്തില്ല, നാട്ടുകാരുടെ കാര്യം നോക്കും. സാർ, ഈ പണിക്കര് മുടിയൊന്നും ചെയ്യുമല്ലോ സാറേ? അതാ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, കണ്ണാടി നോക്കി മുടി ചെയ്യാൻ നേരത്ത് പുള്ളിയുടെ മുഖം പുള്ളിക്ക് കാണാൻ പറ്റുള്ളൂ. നാട്ടുകാരുടെ മുഖം ഒറ്റ നോട്ടത്തിൽ നോക്കി പ്രവചിക്കുന്ന ഈ പുള്ളിയുടെ മുഖം കണ്ടിട്ട് മനസ്സിലായില്ലായിരുന്നോ ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നു? ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാന്നേ.